ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് റൂട്ടീൻസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഴുതാനിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബറിൽ ഒരു സെം എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് പോർഷൻസ് പഠിക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് രാവിലെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഞാനിങ്ങനെ റൈറ്റിംഗ് പാഡിൽ വെച്ചിട്ട് ഒരു A4 താഴെ ഒരു ലൈൻഡ് പേപ്പർ ഇടും. എക്സാം എഴുതുന്ന പേപ്പറൊക്കെ ലൈനുള്ള അങ്ങനത്തെ പേപ്പർ, അതിൽ സ്കെച്ച് പെൻ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വിസിബിളായിട്ട് നമുക്ക് A4 കാണാൻ വേണ്ടിയിട്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ എഴുതുമ്പോൾ വല്ലാതെ ചെരിഞ്ഞു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈമിലാവും വന്ന് എഴുതുക. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ പകുതി എഴുതിയിട്ടാവും വേറെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോവുക, അല്ലെങ്കിൽ മോൻ്റെ പിന്നാലെ പോവുക, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടാവും. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ അസൈൻമെൻറ്റ് എഴുതുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള BBAയുടെ 4th സെമ്മിൻ്റെ അസൈൻമെൻറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണയൊക്കെ ചെയ്ത് ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു അസൈൻമെൻറ്റിലാവുമ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്തിട്ട് നമ്മളതൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ചില എക്സാമിന് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് അസൈൻമെൻറ്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലുണ്ടാവുകയും ചെയ്യും, അതിൻ്റെ ആൻസർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ ക്ലാസ് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ഉണ്ടാവും. പിന്നെ ഇതാ മദ്രസയിൽ നിന്ന് എന്തോ ചീരിന് കിട്ടിയതാണ്, രണ്ടുപേരും കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും മീൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വന്നത്. മോൾക്ക് UP സെക്ഷനിൽ ഒരു സെലക്ഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു സ്പോർട്സിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ അവിടെ ഉണ്ടായിരുന്നില്ല, ഒക്കെ കാലത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് എന്നിട്ട് നമ്മളങ്ങനെ നേരെ അതിൽ സ്കൂളിൽ പോയി. അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് സബ് ജില്ലയിലേക്കുള്ള സെലക്ഷനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടു. വീണ്ടും നമ്മൾ മുന്നേ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പല്ല് ഡോക്ടറെടുത്ത് പോകാൻ വേണ്ടിയിട്ട് കോട്ടക്കൽ. അപ്പോൾ അങ്ങനെ പോകാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്കൊക്കെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയി. പിന്നെ അപ്പോൾ താത്താരൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം, മൂഡ് ഓഫൊക്കെ ഉണ്ട്. അവരുണ്ടെങ്കിൽ അവരുടെ കൂടെ അങ്ങനെ കളിച്ചിട്ടുണ്ടായിട്ടൊക്കെ ആയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവർ കൂടെ ഉണ്ടായിട്ട് അങ്ങനെ പോകണം. ഒറ്റയ്ക്ക് വരാൻ വലിയൊരു താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളവിടെ എത്തി. അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതവിടുത്തെ ഗസ്റ്റ് റൂമാണ്. ഇപ്പോൾ പാർട്ടീഷനൊക്കെ ചെയ്തിട്ട് ഒന്നുകൂടി നല്ല വാൾപേപ്പറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു വാൾപേപ്പർ ചെയ്ത തീമൊക്കെ നല്ല രസം, നല്ലൊരു മൈൽഡ് കളറൊക്കെ ഇട്ട്. അപ്പോൾ അവിടെ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ചെറിയ പ്ലേ ഏരിയ ഉണ്ട്. ഇത് ഞങ്ങൾ ആദ്യമൊക്കെ വരുന്ന സമയത്ത് നല്ല കുറേ ബോൾസും പിന്നെ ആ മാറ്റൊക്കെ അവിടെ താഴെ വിരിച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ വലിയ കുട്ടികളൊക്കെ കളിച്ചിട്ടുണ്ടായിട്ടൊക്കെ ആയിട്ട് അങ്ങനെ അത് കിടന്ന പോലെ ആയിട്ടുണ്ട്. ജസ്റ്റ് ആ സ്ലൈഡിലൊന്ന് ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് അവിടെ കളിച്ചു. അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം ഒരു 1 hour ഏകദേശം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിളിക്കാനായോ എന്നൊക്കെ, നമ്മളെ ടൈം ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണ്. അപ്പോൾ ഇത് ഹോസ്പിറ്റലിൻ്റെ ഉൾഭാഗമാണ്. നല്ല വലിയൊരു മിററുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ OPയിൽ കയറിയ ടൈമിൽ ഇക്ക പോയിട്ട് അവനക്ക് ജ്യൂസും എന്തോ മിഠായിയൊക്കെ വാങ്ങിച്ചു വിട്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴി നമുക്ക് ഒരു കൊറിയർ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊറിയറൊക്കെ അവിടെ ജോൺ ഡിയർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഷോപ്പിലാണ് വരിക. ട്രാക്ടറിൻ്റെ ഒക്കെ ഷോപ്പാണ്. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് പാഴ്സലൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീണ്ടും പോയി
നമുക്ക് വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏറാമളി പോയിട്ട് അതൊക്കെ മേടിച്ചു. ഞാനാണെങ്കിൽ ഈ പാർസൽ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അൺബോക്സിങ് പരിപാടി. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിക്ഷണറിയാണ്. എനിക്ക് പൊതുവേ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്, വായിക്കാനാണെങ്കിലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡിക്ഷണറി ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. പഴയതൊരെണ്ണം മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇവിടെ മിസ്സായിപ്പോയി. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിക്ഷണറി തന്നെ വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ തുറന്നു നോക്കിയതായിരുന്നു, പക്ഷേ മാറിപ്പോയി. ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ പുറത്ത് അതിൻ്റെ ചട്ട കണ്ടപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. അതായത് ഹിന്ദി വേർഡ്, അതിൻ്റെ മലയാളം മീനിങ്, പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് അതിനെന്താ പറയുക, അങ്ങനെയായിരുന്നു. അപ്പോൾ അതെന്തായാലും റിട്ടേൺ ആക്കാം. പിന്നെ നമ്മളിതാ വീട്ടിലേക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ് പോലത്തെ എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചെടുത്താൽ ഞാൻ കറക്റ്റ് അങ്ങോട്ട് വായിച്ചു നോക്കിയില്ല. പക്ഷെ അത് മിഠായിയാണ്. ആ റോൾസ് ഉണ്ടല്ലോ, 22 എണ്ണമാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ പിന്നെ ഞാനത് ആ പെട്ടിയിൽ നിന്ന് മാറ്റിയിട്ടൊരു കുപ്പിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇവർക്ക് ഇങ്ങനെ 3 പേർക്കും കൊടുക്കാമല്ലോ. ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് കഴിയുന്നവരെ ഇങ്ങനെ അവർക്ക് കഴിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇടയിലിടയിൽ ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്നിങ്ങനെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ വേറെ റോൾസൊക്കെ അതുപോലെ വാങ്ങിക്കുന്നതിനേക്കാൾ അത്യാവശ്യം നല്ല വലുപ്പവും തിക്നെസ്സും ഉള്ളിൽ ക്രീമൊക്കെ നല്ല ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരെണ്ണം അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചു പോയി, അപ്പോൾ അതും വലിച്ച് പറിച്ചതിൻ്റെ അടുത്ത്. അങ്ങനെ അതെല്ലാം കൂടി ഒരു കുപ്പിയിലാക്കി. ഇത് പീനട്ട് ബട്ടറിൻ്റെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഓരോരോ സാധനങ്ങളായിട്ട് എടുക്കാം. പാല്, അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയിൽ കാണിക്കുന്നുണ്ട്, മറ്റാളും താഴെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ കയ്യിലൊക്കെ. പിന്നെ തക്കാളി വേണമായിരുന്നു, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ആട്ടപ്പൊടി വേണം ചപ്പാത്തി ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട്. അത് പിന്നെ കറിക്ക് വേണ്ടിയിട്ടൊരു ചെറിയ വെള്ളരിക്ക വാങ്ങിച്ചു. അവിടെ അവൻ്റെ വക ഹായൊക്കെ ഉണ്ട്. പിന്നെ ബിരിയാണി അരിപ്പൊടി, പഞ്ചസാര, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിരുന്നു. പിന്നെ ഇത് റോസ് ഗോൾഡിൻ്റെ ആ സിമ്പിൾ പെൻഡൻറ്റ് വരുന്ന രീതിയിലുള്ള ഒരു 2 മാലയാണ്. അത് കുട്ടികൾക്ക് അവർ കുറച്ചായി ഞാൻ മുന്നേ വാങ്ങിച്ചത്, ഒരു പെരുന്നാൾക്ക് വാങ്ങിച്ചിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി. അപ്പോൾ വേറെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ ഒരു പാൻചീർപ്പ് വാങ്ങിച്ചു. ഇവിടെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. അതുപോലെ കാജൽ, ഞാൻ മാമാർത്തിൻ്റെ കാജലാണ് വാങ്ങിച്ചത്. പിന്നെ അതുപോലെ ഒരു വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക്. പിന്നെ അതുപോലെ മാമാർത്തിൻ്റെ ലിപ് ബാം. ഈ ലിപ് ബാം നല്ല അടിപൊളിയാണ് കേട്ടോ. ടിൻ്റൊന്നും വരുന്നില്ല. നല്ലൊരു നമ്മളുടെ ചുണ്ടിൻ്റെ ഒരു കറക്റ്റ് കളർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മോൾക്ക് സ്കൂൾക്ക് യൂണിഫോമിക്ക് വേണ്ടിയിട്ട് റിബണും അതേ സെയിം കളർ ഹെയർ ബാൻഡൊക്കെ വാങ്ങിച്ചു. പിന്നെ നമുക്ക് പഞ്ചസാര, അരിപ്പൊടി, ഇതൊക്കെ സ്റ്റോർ റൂമിലേക്കുള്ള ഐറ്റംസ്, അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവച്ചു. ഇനി അടുത്ത കുറച്ച് ഐറ്റംസ് നോക്കാം. ഇത് ഞാൻ ഫേസ് പാക്ക് പോലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു മൾട്ടാണ് കിട്ടിയതും, ഒരു കസ്തൂരി മഞ്ഞൾ, പിന്നെ അതുപോലെ രക്തചന്ദനം, ഇങ്ങനെ 3 ഇത് ഇതാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് സ്കിൻ കെയറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഹാൻഡ് വാഷ് നമുക്കിങ്ങനെ പാക്കറ്റായിട്ട് 1 get 1 അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വാങ്ങിച്ചതാകുമ്പോൾ നമ്മളിവിടെ മുന്നേ ബോട്ടിൽ വാങ്ങിച്ചതിൻ്റെ അതിൽ കുഴിച്ച് കൊടുക്കുക. പിന്നെ 2 ഡിയോഡ്രൻറ്റ് വാങ്ങിച്ചു, റോളോണ്. പിന്നെ ഒരു വെറ്റ് വൈപ്സ്. പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ് വാങ്ങിച്ചതാണ്. നല്ല സോഫ്റ്റായിട്ട് ഉള്ള മെറ്റീരിയൽ. പിന്നെ ഇത് കിച്ചൺ ടവലാണ്, നല്ല സോഫ്റ്റ് ഉണ്ട്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. പക്ഷെ ഞാൻ മുന്നേ വാങ്ങിച്ചിരുന്ന ഇങ്ങനത്തെ അല്ല, പക്ഷെ അതവിടെ കാണാനില്ല. ഞാനിത് ജസ്റ്റ് ഒരെണ്ണം മാത്രമേ എടുത്തുള്ളൂ. ഇനി വേറെ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട്. ഇതിൽ അപ്പോഴേക്കും അവൻ കയറിയിരുന്നു, കാരണം അവന് അവിടെ നിന്ന് വാങ്ങിച്ച
വളരെ വേണ്ടപ്പെട്ടൊരു സാധനമാണ് അത്. ബോള് അവിടെ ചെന്നപ്പോൾ തുടങ്ങിയതാണ് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ കുറച്ച് നേരം അപ്പോൾ അതിന് ചെറിയ നെറ്റിൻ്റെ കവറുണ്ട്, അതൊക്കെ ഒന്ന് ഊരി കൊടുത്തു. അത് കിട്ടിയപ്പോൾ പിന്നെ ആൾ താഴെ ഇറങ്ങി അതുകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് പോയി. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോള് തട്ടി കളിക്കാൻ, ജസ്റ്റ് ഇങ്ങനെ കാലുകൊണ്ട് തട്ടി കളിക്കും. പിന്നെ ഇത് ഒരു ഗ്ലാസ് അങ്ങനെ അതിനൊരു വിത്ത് സ്ട്രോ ആൻഡ് ടോപ്പ് അങ്ങനെ ആയിട്ട് വരുന്നതാണ്. നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കാൻ കുറച്ച് മടിയുള്ളൊരു കൂട്ടത്തിലാവുമല്ലോ. കുട്ടികളല്ല, നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇത് 99 റുപ്പീസാണ് വരുന്നുള്ളൂ കേട്ടോ. ഗ്ലാസ് നല്ല ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പ് അങ്ങനെയൊന്നുമല്ല. പ്ലാസ്റ്റിക്കാണ്, പിന്നെ ഒരു ഡ്യുവൽ ഷെയ്ഡ് വരുന്ന അങ്ങനത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ 2 വലുതും പിന്നെ ചെറിയ ആൾക്കൊരു ചെറുതെന്ന് വെച്ചാൽ നല്ല ചെറുതല്ല, എന്നാൽ അത്യാവശ്യം വെള്ളം കൊള്ളുന്ന രീതിയിൽ. അപ്പോൾ സ്ട്രോ ഒക്കെ വെച്ചിട്ടാകുമ്പോൾ അവർക്ക് കുടിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ കുട്ടികളുടെ കറിപ്പാത്രം നാശമായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം സ്കൂളിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയുക. പിന്നെ എനിക്കും പൊതുവെ ഇഷ്ടമല്ല. അപ്പോൾ താഴെ കാണുന്ന സ്നാക്സൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ ഉള്ളിലൊരു ലെയർ, എനിക്ക് ഇതുപോലത്തെ പാത്രം ഇഷ്ടമല്ല, പക്ഷെ വേറെ അവിടെ പിന്നെ നോക്കിയിട്ട് കണ്ടില്ല, അപ്പോൾ പിന്നെ ഞാൻ എടുത്തു. ഇത് പിന്നെ ഞാൻ സ്നാക്സ് കൊടുത്തുവിടാൻ വിചാരിച്ച് വേണ്ടി എടുത്തതാണ്. ഒരു ഡബിൾ ലെയർ വരുന്ന രീതിയിലാണ്, ഉള്ളിലൊരു ലെയറും കൂടി ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാണാൻ നല്ല ക്യൂട്ടാണ്. പിന്നെ മോൻ്റെ തല ചീകാൻ വേണ്ടിയിട്ടൊരു ചീപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ ചീകുന്ന അതുകൊണ്ട് തന്നെയാണ് അവനും ചീകി കൊടുക്കാറ്. അപ്പോൾ താരൻ വരും, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ അങ്ങനത്തെ വെച്ചു. പിന്നെ ഇതൊരു വള്ളിച്ചാട്ടം ചാടുന്നൊരു റോപ്പാണത്. പിന്നെ എനിക്ക് അസൈൻമെൻറ്റിൻ്റെ ഹെഡ്ലൈൻസും അതുപോലെ പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊരു ഗ്ലിറ്റർ ഷെയ്ഡ്. അപ്പോൾ ബ്ലൂ ഇങ്കിൽ മാത്രമേ അസൈൻമെൻറ്റ് എഴുതാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂവിൽ തന്നെ ഗ്ലിറ്ററി ടൈപ്പ് കുറച്ച് വെറൈറ്റി കളേഴ്സ് ഉണ്ടാവില്ല, അങ്ങനെ ഒരു 3-4 പെൻസ് എടുത്തു. പിന്നെ ഇതൊരു വാട്ടർ ബോട്ടിലാണ്, 2 ലിറ്ററാണ് വരുന്നത്, 2000 ml. അവിടെ അങ്ങനെ ഒരു പുഷ് ബട്ടൺ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. വിത്ത് സ്ട്രോ നമുക്കിങ്ങനെ വലിച്ചു കുടിക്കാൻ പറ്റിയ രീതിയിൽ. എനിക്ക് അങ്ങനെ കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫുൾ കവറുള്ള ആ ടോപ്പുള്ളതാണെങ്കിലും സ്ട്രോ ഒന്നും ഇല്ലാതെ കുടിക്കണമെങ്കിൽ ഞാനിങ്ങനെ വായ വെച്ചിട്ട് കുടിക്കും. എനിക്കത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ഫീലാണ്. അപ്പം ഇനി അതിൻ്റെ ഉള്ളിലതാ ഒരു സ്ട്രോ വരുന്നുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടത്. ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വേറെ 2 വരുന്ന അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒരിക്കൽ ഞാൻ താത്താടെ മോൾക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ട് അത് നമുക്ക് കിട്ടിയപ്പോൾ ഭയങ്കര ഡാമേജ് ഉള്ളതായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കൊരു ഇത് തോന്നിയിട്ട് റിട്ടേൺ ചെയ്യുക ചെയ്തത്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു കവായി സ്റ്റിക്കറുണ്ട്, അത് പിന്നെ കുട്ടികളുടെ അടുത്തോട്ട് വിചാരിച്ച് വെച്ചു. പിന്നെ ഒരു വാഷറുണ്ട്, അപ്പോൾ അത് ഞാനിങ്ങനെ ടോപ്പിലാണോ ഇടേണ്ടത് അതോ കുപ്പിമേലാണോ ഇടേണ്ടതെന്നൊന്നും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് അതിൻ്റെ അടപ്പിൻ്റെ ഭാഗത്ത് തന്നെയാണ് ടൈറ്റായിട്ടിരിക്കുന്നത്. വെള്ളം പുറത്ത് ലീക്കാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇടൂലേ, അതാണത്. പിന്നെ ഇതിലിങ്ങനെ ഓരോ ടൈമിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റിമൈൻഡറല്ല, ഓരോ അടയാളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനാദ്യം ഇങ്ങനത്തേൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും വാട്ടർ ബോട്ടിൽ പോരെ എന്നുള്ളൊരു ഇതിൽ ഞാനിവിടെ നമ്മൾ 7up കുപ്പി അങ്ങനത്തെ കുപ്പികളൊക്കെ വെള്ളം നിറച്ച് വെച്ച് അങ്ങനെ കുടിക്കും. പക്ഷേ അല്ലെങ്കിൽ പിന്നെ കപ്പിൽ തന്നെ ജസ്റ്റ് എടുത്ത് കുടിക്കും. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ കപ്പിലൊക്കെ എടുത്ത് കുടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് അറിയില്ല. പിന്നെ കറക്റ്റ് മിനിമം ഒരു 2 ലിറ്ററെങ്കിലും ഡെയിലി കുടിക്കണ്ടേ, അതൊന്നും എത്തുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ഇതാവുമ്പോൾ നമുക്ക് കുടിക്കാനും ഒരു ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ വൈകുന്നേരം കുട്ടികൾക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, നെയ്യോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പഴം, നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിലും വേണമെങ്കിൽ ചെറുതാക്കി അരിയാം. പിന്നെ ഞാൻ മടി കാരണം അത്ര ആ ഒരളവിൽ അങ്ങനെ അരിഞ്ഞ്
ഇതാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് മൂടി വെക്കുക, ഇളക്കം ചെയ്യേണ്ട, ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് മൂടി ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് മുന്നേ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം പഴം അത്യാവശ്യം പഴുത്ത പഴമാണല്ലോ. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, പഴമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ആകുമ്പോൾ ഒരു തിക്നെസ് വരുമല്ലോ, അത് പിന്നെ വെളിച്ചെണ്ണയും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ല് വരും. പിന്നെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ടൈമിൽ നമുക്ക് ചേർത്തെടുക്കാം, പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. പിന്നെ അതിൻ്റെ ഫ്ലേവർ കുട്ടികൾക്കും വലിയ ഇഷ്ടമില്ല. ഇങ്ങനെ ഏലക്കാപ്പൊടി ഇടാതെ ആണെങ്കിൽ അവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് ഫുൾ എല്ലായിടത്തും നേരത്തെ വെക്കുക. ഓപ്പോസിറ്റ്, അതായത് നേരത്തെ കിടന്നിരുന്ന ഭാഗം അല്ലാത്ത ഭാഗമാണെങ്കിൽ വേവ് വരാത്ത ഭാഗം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒന്ന് മറിച്ചിട്ടൊക്കെ കൊടുക്കുക. പിന്നെ ഞാനിതിലൊരു ഫുൾ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്, അതും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 2 മധുരമാണ് നേരത്തെ ഇട്ടത്. ഇനി അതിൽ കൂടുതൽ മധുരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഭയങ്കര മധുരമാകുമ്പോൾ അത് കഴിക്കാനും അവർക്കൊരു തലക്കൊരു മത്ത് പോലെ ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ശർക്കര ഒക്കെ വേണമെങ്കിൽ, പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശർക്കര വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അതിൽ മധുരം കറക്റ്റ് പിടിച്ചോളും. അപ്പോൾ അതൊക്കെ പഞ്ചസാരയും പിന്നെ പഴവും വെളിച്ചെണ്ണയും എല്ലാം കൂടി ക്യാരറ്റും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ അങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക പാനിൽ. എന്നിട്ടൊരു 2-3 മിനിറ്റ് അങ്ങനെ വെക്കുക. ഷുഗറും ഒക്കെ ഒന്ന് നന്നായിട്ട് അതിലോട്ട് സെറ്റാകാൻ വേണ്ടി. പിന്നെ ഒരു 3-4 സ്പൂണോളം പാല് ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് ഈ ക്യാരറ്റും പഴമൊക്കെ അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാൽ തന്നെ ഒഴിക്കണം കേട്ടോ, അത് നല്ല ഒരു ഫ്ലേവറും കിട്ടുന്നുണ്ട് പാലൊഴിക്കുമ്പോൾ. പിന്നെ ഞാൻ മുന്നത്തെ ദിവസം ഇത് ഉണ്ടാക്കിയപ്പോൾ ഈ പാലൊഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മൾ മിൽമയിൽ നിന്നൊക്കെ പാൽപ്പേട അങ്ങനത്തെ ഐറ്റം വാങ്ങിക്കില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തേനൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നതിനൊക്കെ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത് തലേദിവസത്തെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ല ക്യാരറ്റിലേക്കും അതുപോലെ പഴത്തിലേക്കൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ചേർന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതിലേക്കൊരു 3 കോഴിമുട്ട ജസ്റ്റ് ഉപ്പൊന്നും ഇടാതെ, ഒന്നും ഇടാണ്ട് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചട്ടകം കൊണ്ടൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക ചെയ്യുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്ലേറ്റിലേക്ക് ഓപ്പോസിറ്റ് ഇട്ട് മറിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അതേ പാൻ തന്നെ വെച്ചിട്ട് അതിനൊന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുക. അപ്പോൾ കോഴിമുട്ട കുറച്ചിങ്ങനെ വേവാനുള്ളതുണ്ടല്ലോ, അതൊക്കെ പ്ലേറ്റിൽ ഞാൻ നല്ല തുടച്ചിട്ട് അതിൽ തന്നെ ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് കോഴിമുട്ട കലക്കി ഒഴിച്ച് കൊടുക്കാം, പക്ഷെ ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. ഇതിങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. കോഴിമുട്ട ഒന്ന് വേവുന്ന അതുവരെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മിക്സും ആ കോഴിമുട്ട ഒരു ബേസ് പോലെ വരാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് എങ്ങാനും ഒന്ന് വേവിക്കുക. കോഴിമുട്ട ഒന്ന് വേവാനുണ്ട്, നല്ലൊരു കട്ടൻ ചായക്കായിട്ട് അതങ്ങനെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ കാണാം, ബൈ.